നമസ്കാരം. ഞാൻ ബിനു മോനിപ്പള്ളി. അടച്ചിട്ട ആ ജാലകത്തിനുമപ്പുറം കർക്കിടക മഴ തകർക്കുന്ന ഈ സമയത്ത് നമ്മൾ പറയാൻ പോകുന്നത് മലയാളിയുടെ തനതായ ഒരു ഭക്ഷണ വിഭവത്തെക്കുറിച്ചാണ്. അതും ഒരു മഴക്കാല ഭക്ഷണത്തെക്കുറിച്ച്. ഒരുപക്ഷെ ഇക്കാലത്ത് നിങ്ങൾക്ക് കഴിക്കുവാൻ പോയിട്ട് കാണുവാൻ പോലും കിട്ടാത്ത ഒരു പഴയകാല ഭക്ഷണത്തെക്കുറിച്ച്. അതെ, നമ്മൾ പറയുന്നത് പനങ്കഞ്ഞി അഥവാ പനം കുറുക്കിനെക്കുറിച്ചാണ്. ചില ദേശങ്ങളിൽ മറ്റു ചില പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ മോനിപ്പള്ളി വീട്ടിലെ അപ്പാമ്മ ഞങ്ങൾക്കൊക്കെ ധാരാളം സ്നേഹം കൂടി ചേർത്ത് തയ്യാറാക്കി ചൂടോടെ വിളമ്പിയിരുന്ന ആ പ്രത്യേക ഭക്ഷണത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇത് മാത്രമായി കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രുചിയുമില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളച്ചുവ മാത്രമുള്ള ഒരു ഭക്ഷണം. പക്ഷേ ഇതുണ്ടാക്കാനുള്ള ആ കഠിന ശ്രമത്തിൻ്റെയും പിന്നെ മേൽപ്പറഞ്ഞ ആ സ്നേഹത്തിൻ്റെയും മേമ്പൊടി കൂടി ചേരുമ്പോൾ മറ്റൊരു വിഭവത്തിനും എത്തിപ്പിടിക്കാനാവാത്ത അത്ര ഉയരെ രുചിയുള്ള ഒരു ഭക്ഷണം. നിങ്ങൾ കുടപ്പന കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ പുര കെട്ടി മേയാനുള്ള ഓലകൾ വെട്ടിയിരുന്നത് ഈ പനകളിൽ നിന്നാണ്. ഇതിൻ്റെ ആ തടിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞ സാധനം, അതായത് ആ പനങ്കഞ്ഞി ഉണ്ടാക്കുന്നത്. ആകാശം മുട്ട വളരുന്ന ഈ കുടപ്പന മൂപ്പെത്തിയാൽ ചുവടെ വെട്ടിയിടും. ആ വെട്ടൽ തന്നെ വലിയൊരു ചടങ്ങാണ്. കാരണം പിടിച്ചാൽ പിടിയെത്താത്ത അത്ര വണ്ണമുള്ള അനേകമടി ഉയരത്തിൽ വളരുന്ന ഈ മരത്തിൽ കയറി തലക്കൽ കയറ് കെട്ടാൻ സാധാരണ മരം വെട്ടുകാരൊന്നും തയ്യാറാവില്ല. അതിന് ഞങ്ങൾക്ക് മോനിപ്പള്ളിയിൽ, കൃത്യമായി പറഞ്ഞാൽ കുടുക്കപ്പാറയിൽ, ഒരു പത്മനാഭൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഏതു പനയിലും ഒരു തളപ്പ് പോലുമില്ലാതെ അമ്പരപ്പിക്കുന്ന വേഗതയിൽ കയറുന്ന ആൾ. അരയിലെ നന്നായി മുറുക്കി കെട്ടിയ ആ തോർത്തിൽ കുരുത്തിട്ട, തൊട്ടാൽ കൈ മുറിയുന്ന അത്ര മൂർച്ചയുള്ള തൻ്റെ ആ വാക്കത്തിയും, പിന്നെ ഒരു കൈയിൽ പ്രത്യേക രീതിയിൽ കുരുത്തിപ്പിടിച്ച ആ വടവുമായി മുമ്പെങ്ങോ കൊഴിഞ്ഞ ഓലകളുടെ ബാക്കിയായ ആ ചെറുമുഴപ്പുകളിൽ അസാമാന്യ ധൈര്യത്തോടെ അതിവേഗം ചവിട്ടിക്കയറുന്ന പത്മനാഭൻ ചേട്ടൻ ഒരു അത്ഭുതം തന്നെയായിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക്. ഓലകൾ വെട്ടിയിറക്കി പനത്തലയ്ക്കൽ വടം കെട്ടി മടവെച്ച് മൂടുവെട്ടി പനയെ സുരക്ഷിതമായി വീഴ്ത്തിയാൽ അതിൻ്റെ തടിക്കുള്ളിലെ ആ ചോറ് മൂർച്ചയുള്ള കോടാലി കൊണ്ട് അരിഞ്ഞെടുക്കും. ആ വീട്ടുകാർ മാത്രമല്ല കേട്ടോ, പന വെട്ടിയത് കേട്ടറിഞ്ഞെത്തുന്ന ഒട്ടുമിക്ക വീട്ടുകാരും അന്നല്ലെങ്കിൽ പിന്നീടൊരു ദിവസം പനയരിയാൻ എത്തും. കാരണം വരാൻ പോകുന്ന ആ പഞ്ഞക്കർക്കിടകത്തെ നേരിടാനുള്ള അക്കാലത്തെ ഒരു പ്രധാന ഭക്ഷണം ഇവനായിരുന്നല്ലോ. പിന്നെ ആ പനംചോറ് നീളത്തിൽ നേർത്ത കഷ്ണങ്ങളാക്കും. ശേഷം പരമ്പിലോ പായയിലോ അതുമല്ലെങ്കിൽ പാറപ്പുറത്തോ നിരത്തി നന്നായി ഉണക്കിയെടുക്കും. ഇനി അവനെ ഉരലിൽ ഇട്ട് നന്നായി ഇടിക്കും. മിക്കവാറും 2 പേർ ഉരലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്നാകും ഈ ഇടിക്കൽ. ഒരു പ്രത്യേക താളത്തിലും വേഗത്തിലും ആണ് ഇവർ 2 പേരും മാറി മാറി ഇടിക്കുക. ചിലർ ഈണത്തിൽ എന്നൊരു ശബ്ദവും ഉണ്ടാക്കുന്നുണ്ടാവും. ഉലക്കകൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ അവരങ്ങനെ താളത്തിൽ പനയിടിക്കുന്നത് ഒരു സുന്ദരൻ കാഴ്ച തന്നെയാണ്. നാട്ടിൻപുറത്തിൻ്റെ ആ തനത് കാഴ്ച. ഉച്ചഭക്ഷണത്തിന് ശേഷം അയൽ വീട്ടിലെ സ്ത്രീകളും ഇതിനായി എത്തും. നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് ഉറക്കെ ചിരിച്ച് ഇത്തിരി കുശുമ്പും കൂടെ ശകലം കുന്നായ്മയും ഒക്കെ അടക്കത്തിൽ പറഞ്ഞ് അവരങ്ങനെ അതിനെ ഒരു ആഘോഷമാക്കും. അന്നൊന്നും ഈ മൊബൈൽ ഇല്ലാതിരുന്നത് വലിയ ഭാഗ്യം. പിന്നെ ആ പനംപൊടി ഉരലിൽ നിന്നും എടുത്ത് ഒരു പാത്രത്തിലിട്ട് നിറയെ വെള്ളം ഒഴിച്ച് നന്നായി കലക്കും. ശേഷം ഒരു വലിയ പാത്രത്തിൻ്റെ വാവട്ടം കൂടിയ ചരുവത്തിൻ്റെ വായിൽ ഒരു നല്ല വെള്ളത്തുണി അല്ലെങ്കിൽ തോർത്ത് ബലത്തിൽ കെട്ടി അതിലേക്ക് ആ പനംപൊടി കലക്കിയ വെള്ളം ഒഴിച്ച് ഒരു കൈകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കും. തുണിയിലൂടെ ആ നേർത്ത പനംപൊടി മാത്രം അടിയിലേക്ക് ഊറിയിറങ്ങും. ഏറെ നേരം എടുക്കുന്ന ഒരു പണിയാണിത് കേട്ടോ. തോർത്തിൽ അവശേഷിക്കുന്ന ആ പനനാരുകളും മറ്റും കോരിമാറ്റി വീണ്ടും ബാക്കിയുള്ള പനംപൊടി വെള്ളം ഒഴിച്ച് ഈ ഊറ്റൽ പ്രക്രിയ അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവസാനം ആ തോർത്ത് മാറ്റി കഴിയുമ്പോൾ നേർത്ത പനംപൊടി ആ പാത്രത്തിൻ്റെ ചുവട്ടിൽ അടിഞ്ഞിട്ടുണ്ടാവും. ഇതിലേക്ക് വീണ്ടും വെള്ളം നിറച്ച് നന്നായി ഇളക്കും. പിന്നെ കുറേ മണിക്കൂറുകൾ പാത്രം അനക്കാതെ വയ്ക്കും. ശേഷം മുകളിൽ തെളിയുന്ന ആ വെള്ളം ഊറ്റിക്കളയും. വീണ്ടും വെള്ളം ഒഴിക്കും. ഈ പ്രക്രിയയും 2-3 തവണ ആവർത്തിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കട്ടുണ്ടെങ്കിൽ അത് മാറുവാനാണ് അല്ലെങ്കിൽ മാറ്റുവാനാണ് ഈ പ്രക്രിയ. ഒന്ന് ഓർത്തു നോക്കൂ, ഇപ്പോൾ തന്നെ എത്രയോ മണിക്കൂറുകളായി പാവം അവരൊക്കെ ഇതിനു വേണ്ടി ചെലവിടുന്നു എന്ന്.
ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കും. അതിലേക്ക് ഊറ്റിവെച്ചിരിക്കുന്ന ആ പനംപൊടി ചേർത്ത് ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നയമ്പ് കൊണ്ടോ നന്നായി ഇളക്കും. ഈ പ്രക്രിയയും ഏറെ നേരം എടുക്കുന്നതാണ്. ഇടയ്ക്ക് വെള്ളം കുറഞ്ഞാൽ തിളച്ച വെള്ളം ചേർത്ത് വീണ്ടും ഇളക്കണം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പനംപൊടി പതുക്കെ ജെല്ലി രൂപത്തിൽ ആയി തുടങ്ങും. പനയുടെ ഇനം അനുസരിച്ച് ഇളം ചുവപ്പ് നിറമോ അല്ലെങ്കിൽ തൂവെള്ള നിറമോ ആകും അതിനപ്പോൾ. നന്നായി കുറുകി കഴിയുമ്പോൾ പാത്രം അടുപ്പിൽ നിന്നും ഇറക്കണം. ഇനി നമുക്കിവനെ ചൂടോടെ കഴിക്കാം. നിൽക്ക്, അതിനുമുണ്ട് ചില തനതായ രീതികൾ. ഒരു വാഴയിലയിൽ ഇവനെ നല്ല ചൂടോടെ അങ്ങ് ഒഴിക്കണം. പനങ്കഞ്ഞിയുടെ ആ ചൂടിൽ നമ്മുടെ പച്ച വാഴയില ഒന്നങ്ങ് വാടും. അപ്പോൾ അതിനൊരു പ്രത്യേക മണവും രുചിയും ഉണ്ടാകും. ഇലയിൽ പതിയെ ഒഴുകി അവനങ്ങ് പരക്കും. ഇത്തിരി ഒന്ന് തണുക്കുമ്പോൾ അവൻ തന്നെ ആ പരക്കലങ്ങ് നിർത്തും. അപ്പോൾ അവൻ്റെ ആ ഒത്ത നടുക്ക് വിരലുകൾ കൊണ്ട് നമ്മളൊരു കുളം കുത്തണം. കുളത്തിൻ്റെ അരികുകൾ വശങ്ങളിലേക്ക് അല്പം ബലം പ്രയോഗിച്ച് തന്നെ മാറ്റണം. ഇപ്പോൾ നമ്മുടെ കൊച്ചു കുളം തയ്യാർ. ഇനി അതിലേക്ക് ഉണക്കച്ചെമ്മീൻ നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചത്, അതും ധാരാളമായി തേങ്ങ ചിരകിയിട്ടത് ഒഴിക്കണം. 2 ദിവസം മുമ്പേ വച്ച കറിയാണെങ്കിൽ അത്രയും നല്ലത്. പുളിയൊക്കെ നന്നായി പിടിച്ച് ഏറെ രുചികരമായിട്ടുണ്ടാകും അത്. ഇപ്പോൾ നമ്മുടെ കുളം നിറഞ്ഞു അല്ലേ? ഇനി നമുക്ക് പണി, അതായത് കഴിക്കൽ തുടങ്ങാം. എന്താ? ആ കുളത്തിൻ്റെ അരികുകൾ വിരലുകൾ കൊണ്ട് പതിയെ ഒന്ന് ഇടിക്കണം. എന്നിട്ടോ ആ വെള്ളത്തിൽ, അല്ല ആ കറിയിൽ നന്നായി ഒന്ന് കുഴയ്ക്കണം. എന്നിട്ടെന്താ? ചെറിയ ഒരു പിടിയെടുത്ത് കണ്ണുമടച്ച് വായിലേക്ക് വയ്ക്കണം. ആഹാ, എന്താ ഒരു രുചി! ചെമ്മീൻ പറ്റിച്ചതിൻ്റെ ആ എരിവും കുടംപുളിയുടെ ആ പുളിയും പിന്നെ ഇടയ്ക്ക് കടിക്കുന്ന പുളി പിടിച്ച ആ തേങ്ങാപ്പീരയും ഇതിനൊക്കെ ഇടയിൽ കൂടിക്കലർന്ന വഴുവഴെ നിറയുന്ന പനങ്കഞ്ഞിയുടെ ആ വെള്ളച്ചുവയും ഒക്കെ കൂടി ചേരുമ്പോൾ ശരിക്കും ആഹാ! ഇപ്പോൾ ഇത്തിരി കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് താളത്തിൽ മനം നിറഞ്ഞ് പാടാമായിരുന്നു. ആഹാ, എന്തൊരു ഭംഗിയാണിത്, തിന്നാൻ എന്തൊരു രുചിയാണിത്. ആഹാ, എന്തൊരു ഭംഗിയാണിത്, തിന്നാൻ എന്തൊരു രുചിയാണിത്. കുടപ്പന പോലെയുള്ള ഒരു വൻ കാട്ടുമരത്തിൽ നിന്ന് പോലും ഇത്രയേറെ ബുദ്ധിമുട്ടി തങ്ങളുടെ ആ വറുതി മാസങ്ങളിലേക്കുള്ള ആരോഗ്യകരമായ പോഷകസമൃദ്ധമായ ഭക്ഷണം കണ്ടെത്തിയിരുന്ന നമ്മുടെ ആ മുൻ തലമുറയെ വിനയപൂർവ്വം നമിച്ചുകൊണ്ട്, ആ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് പനങ്കഞ്ഞി പുരാണം ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ബിനു മുനിപ്പള്ളി.